സർക്കാർ ജീവനക്കാർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുവാൻ KSR വോളിയം 1 അപ്പൻഡിക്സ് 7 സെക്ഷൻ 2 ഒട്ടേറെ സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിച്ചിട്ടുണ്ട്. ഇത് സാധാരണ ക്യാഷ് ലീവിൻ്റെ കണക്കിൽ പെടുന്നതല്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന സ്പെഷ്യൽ ക്യാഷ് ലീവാണ്. ഇവയിൽ പ്രധാനപ്പെട്ട 23ഓളം സ്പെഷ്യൽ ക്യാഷ് ലീവിനെ കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. KSR വോളിയം 1 അപ്പൻഡിക്സ് 7 നോട്ട് 2 8ഓളം പകർച്ചവ്യാധികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1/6/2024 മുതലാണ് ചിക്കൻ ബോക്സ് രണ്ടാമത്തെ ഇനമായി വീണ്ടും കൂട്ടിച്ചേർത്തത്. ഈ 8 പകർച്ചവ്യാധികളിൽ ഏതെങ്കിലും ഒന്ന് ജീവനക്കാരനെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബാംഗങ്ങൾക്ക് വന്നാൽ സാധാരണയായി 21 ദിവസം വരെയും ചില പ്രത്യേക സാഹചര്യത്തിൽ 30 ദിവസം വരെയും സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിക്കുന്നതാണ്. ഈ പകർച്ചവ്യാധികൾ സ്മോൾ പോക്സ്, ചിക്കൻ പോക്സ്, പ്ലേഗ്, കോളറ, ടൈഫോയിഡ്, ന്യൂമോണിയ, ഡിപ്തീരിയ, മെനിഞ്ചൈറ്റിസ് ഈ പകർച്ചവ്യാധികളാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അടുത്ത് നമ്മൾ ചിന്തിക്കുന്നത് പേവിഷബാധ ഏറ്റവരെ സംബന്ധിച്ച് പേവിഷബാധയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നേരത്തെ KSRൽ 14 ദിവസം വരെയാണ് സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ നിയമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. കുത്തിവയ്പ്പ് ദിവസങ്ങൾ മാത്രം, അതായത് പരമാവധി 5 ദിവസമായിട്ട് അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. വന്ധീകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്ന ജീവനക്കാരന് 6 ദിവസം വരെ സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിക്കുന്നതാണ്. എന്നാൽ ആദ്യ ഓപ്പറേഷൻ പരാജയമാണെങ്കിൽ രണ്ടാം തവണയും വീണ്ടും 6 ദിവസം സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിക്കുന്നതാണ്. വന്ധീകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ജീവനക്കാരിക്ക് 14 ദിവസം വരെ സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിക്കുന്നതാണ്. ഇതും ആദ്യ ഓപ്പറേഷൻ പരാജയമാണ് എങ്കിൽ രണ്ടാം തവണയും 14 ദിവസം അനുവദിക്കാം. പ്രസവത്തോടനുബന്ധിച്ചല്ലാത്ത ട്യൂബോക്ടമി വിധേയമാവുന്ന ഉദ്യോഗസ്ഥയുടെ ഭർത്താവിന് 7 ദിവസം വരെ സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിക്കുന്നതാണ്. വന്ധീകരണ ശസ്ത്രക്രിയ മൂലമുണ്ടായ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് മറ്റൊരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന ഉദ്യോഗസ്ഥന് ആശുപത്രിയിൽ കിടക്കുന്നില്ല എങ്കിൽ പരമാവധി 14 ദിവസം വരെയും, ആശുപത്രിയിൽ കിടത്തി ചികിത്സയാണെങ്കിൽ ചികിത്സാ കാലയളവ് വരെയും സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിക്കുന്നതാണ്. വന്ധീകരണ ശസ്ത്രക്രിയ മൂലമുണ്ടായ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് മറ്റൊരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന ഉദ്യോഗസ്ഥയ്ക്ക് ചികിത്സാ കാലയളവ് മുഴുവൻ ആശുപത്രിവാസമുണ്ടെങ്കിൽ ലഭിക്കുന്നതാണ്. ഇല്ല എങ്കിൽ 14 ദിവസം വരെ സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിക്കുന്നതാണ്. ആർട്ടിഫിഷ്യൽ ലിംബ്സ് കൃത്രിമകാല് മാറ്റിവെക്കുന്നതിന് അത് സംബന്ധിച്ചുള്ള ചികിത്സയ്ക്കും വേണ്ടിയിട്ട് ഒരു കലണ്ടർ ഇയറിൽ 1 കൂടുതൽ തവണ 15 ദിവസം വരെ സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിക്കുന്നതാണ്. ഒറ്റ തവണയായിട്ട് 15 ദിവസവും ഒരു കലണ്ടറിൽ 1 കൂടുതൽ തവണ അനുവദിക്കാനും KSR അനുവദിക്കുന്നു. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എംപ്ലോയീസ്, ശാരീരിക വൈകല്യമുള്ള ജീവനക്കാർക്ക് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് 15 ദിവസം വരെ സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിക്കുന്നതാണ്. കൺവെയൻസ് അലവൻസ് ലഭിക്കുന്നവർക്ക് മാത്രമാണ് ഈ 15 ദിവസം സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിക്കുക. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന ഉദ്യോഗസ്ഥർക്ക് ഹാർട്ട് ഓപ്പൺ സർജറി 45 ദിവസം വരെ സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിച്ചിട്ടുണ്ട്. ഇത് ആവശ്യമെങ്കിൽ ഒരു കലണ്ടർ വർഷത്തിൽ 1 കൂടുതൽ പ്രാവശ്യം എടുക്കാനും നിയമം അനുശാസിക്കുന്നു. അതേസമയം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നവർക്ക് 30 ദിവസം സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിച്ചിട്ടുണ്ട്. ക്യാൻസർ രോഗികൾ, കീമോതെറാപ്പി, റേഡിയേഷൻ ചികിത്സയ്ക്ക് വിധേയമാകുന്ന ഉദ്യോഗസ്ഥർക്ക് 180 ദിവസം വരെയാണ് സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിച്ചിരിക്കുന്നത് ഒരു കലണ്ടർ വർഷത്തിൽ. അവയവദാനം ചെയ്യുന്ന ജീവനക്കാർ, ഡോണർക്ക് 45 ദിവസം വരെ സ്പെഷ്യൽ ക്യാഷ് ലീവ്. അവയവം മാറ്റിവെക്കാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന ഉദ്യോഗസ്ഥർക്ക്, റിസീവർ 90 ദിവസം വരെ സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിക്കുന്നതാണ്. ഭിന്നശേഷിയുള്ള കുട്ടിയുള്ള ജീവനക്കാരന് 15 ദിവസം വരെ
ഫിസിക്കലി ഓർ മെൻ്റലി ചലഞ്ച്ഡ് ചിൽഡ്രനുള്ള കുട്ടികളുള്ള ജീവനക്കാർക്ക് 15 ദിവസം വരെ സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിക്കുന്നതാണ്. ക്യാൻസർ, കിഡ്നി, ഡയാലിസിസ്, HY രോഗങ്ങൾ സംബന്ധിച്ച ചികിത്സകൾക്ക് വിധേയരാകുന്ന 18 വയസ്സിൽ താഴെയുള്ള പ്രായമുള്ള കുട്ടികളുള്ള ഉദ്യോഗസ്ഥർക്ക് 15 ദിവസം സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിക്കുന്നതാണ്. ബ്ലഡ് ഡൊണേഷൻ, രക്തദാനം ചെയ്യുന്ന ജീവനക്കാർക്ക് ഒരു കലണ്ടർ ഇയറിൽ പരമാവധി 4 ദിവസം, ഒരു പ്രാവശ്യം രക്തം കൊടുത്താൽ 2 ദിവസം, അങ്ങനെ ഒരു കലണ്ടർ ഇയറിൽ പരമാവധി 4 ദിവസം ശമ്പളത്തോടുകൂടി സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിക്കുന്നതാണ്. ഡയാലിസിസിന് വിധേയരാകുന്ന ജീവനക്കാർക്ക് 15 ദിവസം വരെ സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിക്കുന്നതാണ്. പേസ് മേക്കർ ഇംപ്ലിമേഷൻ വിധേയരാകുന്ന ജീവനക്കാർക്ക് 21 ദിവസം വരെ സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിച്ച് കിട്ടും. ആൻജിയോപ്ലാസ്റ്റിക് വിധേയരാകുന്ന ജീവനക്കാരന് 30 ദിവസം വരെ സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിക്കുന്നതാണ്. സഹകരണ ബാങ്കിൽ പ്രസിഡൻ്റായി തുടരുന്ന ജീവനക്കാർക്ക് മാസത്തിൽ 1 എന്ന കണക്കിൽ സ്പെഷ്യൽ ക്യാഷ് ലീവിന് അർഹതയുണ്ട്. ജീവനക്കാരന് സാക്ഷിയായി നീതിന്യായ കോടതിയിൽ ഹാജരാകുന്ന ദിവസം, അതോടൊപ്പം തന്നെ ജീവനക്കാരൻ സർവകലാശാലയുടെ സമിതിയിൽ പങ്കെടുക്കുന്നതിന്, കായിക മത്സരങ്ങളിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന കായിക താരങ്ങളായ ജീവനക്കാർ, അങ്ങനെ തുടങ്ങിയ അനവധി സ്പെഷ്യൽ ക്യാഷ് ലീവ് KSR വോളിയം 1 അപ്പൻഡിക്സ് 2 സെക്ഷൻ 2 പ്രതിപാദിക്കുന്നുണ്ട്. പൂർണ്ണ ശമ്പളത്തോടു കൂടിയാണ് ഈ സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിക്കുന്നത്. ഇതിന് ബന്ധപ്പെട്ട രേഖകൾ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ വേണം ഈ സ്പെഷ്യൽ ക്യാഷ് ലീവിന് അപേക്ഷ നൽകേണ്ടത്. താങ്ക് യു.